ശ്രീ മുഹമ്മദ് അമീർ, എന്തായാലും ബിൽ പാസ്സാകുമ്പോൾ തീർച്ചയായിട്ടും വന്ദേമാതരം ആലപിക്കേണ്ടി വരും. അത് മുഴുവൻ ഭാഗവും ആലപിക്കേണ്ടി വരും. 3 മിനിറ്റ് 10 സെക്കൻഡ് ഇതാണല്ലോ വന്ദേമാതരത്തിന്റെ ദൈർഘ്യം. മുഴുവൻ ഖണ്ഡികകളും ആലപിക്കേണ്ടി വരും. 2 ഖണ്ഡികകൾ പോരാ. ഇത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ. അന്ന് കോൺഗ്രസും ലീഗും ഒക്കെ തീരുമാനമെടുത്തതാണ് ആദ്യ 2 ഖണ്ഡികൾ മതിയെന്ന്. ഇപ്പോൾ ഇത് നിർബന്ധമാക്കുമ്പോൾ നിങ്ങളുടെ നിലപാട് എങ്ങനെയായിരിക്കും? അല്ല, ഇത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പ്രതിനിധി എന്നുള്ള നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇന്ത്യയിലൊരു മതേതര വിശ്വാസി, ഭരണഘടനാ വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതൊരു മുസ്ലിം പ്രശ്നമല്ല. ഇത് ജിന്ന മുസ്ലിം ലീഗ് എന്നൊക്കെ ഉയർത്തിക്കാട്ടിയോണ്ട് ഇതൊരു മുസ്ലിം പ്രശ്നമല്ല. ഇത് എല്ലാ മതവിശ്വാസികളുടെയും പ്രശ്നമാണ്. കാരണം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് പ്രകാരം ഈ ആർട്ടിക്കിൾ കാണിച്ചിട്ടാണ് 1986 ജഹോവ വിറ്റ്നസിന്റെ 3 കുട്ടികൾ ജനഗണമന പാടിയപ്പോ അത് ഏറ്റ് പാടാതിരുന്നു. അതിനെ റെസ്പെക്ട് ചെയ്തു, എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്തു. പക്ഷെ അത് ഏറ്റ് ചെല്ലിയില്ല എന്ന് കാണിച്ച് ആ കേസ് സുപ്രീം കോടതി വരെ എത്തുമ്പോൾ അന്നത്തെ ജഡ്ജി ചിന്നപ്പ റെഡ്ഡി വിധിക്കുന്നത് അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, അവരെ സ്കൂളിലേക്ക് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് വിധി വന്നത്. ആലോചിച്ച് നോക്കണം, അന്ന് 1986 ഈ കുട്ടികൾക്കെതിരെ ഈ നടപടി എടുക്കുന്ന സമയത്ത് 1971 ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് ആക്ട് നിലവിലുണ്ട്. അതില് 3 കാര്യങ്ങളാണുള്ളത്. നാഷണൽ ആന്തം ഉണ്ട്, അതിൽ നാഷണൽ ഫ്ലാഗ് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ 3 സംഗതികൾക്കെതിരെയുള്ള ഏതൊരു തരത്തിലുള്ള ഇൻസൾട്ടും എന്താകും, അത് പ്രകാരം കുറ്റകരമാണ്, ഒഫൻസ് ആണ്. അത് വെച്ചിട്ടാണ് ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കുന്നത്. ആ ആക്ട് നിലവിലുള്ളപ്പോഴും സുപ്രീം കോടതി ഇവർക്ക് ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറഞ്ഞുകൊണ്ട് ഇവരെ സ്കൂളിലേക്ക് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ അതിലില്ലാത്ത ഒരു സാധനം, ഒരു സംഗതി കൂടി, ഒരു നാഷണൽ സോങ് കൂടി ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഒന്നാമത് ചർച്ച ചെയ്യുന്നത് അതിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളതാണ്. എന്ത് ഇന്റൻഷനിലാണ് ഇതും കൂടിയും ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് എന്നുള്ള ആക്ടിലേക്ക് ഇത് ചേർക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആക്കിക്കൊണ്ട് അതിലെന്തെങ്കിലും ഒരു ധ്രുവീകരണം, ഒരു പോളറൈസേഷൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടോ? ആ ഇന്റൻഷനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം പ്രശ്നമല്ല. ഇത് മുഴുവൻ മതവിശ്വാസികൾ ആർക്കെങ്കിലും ഇത് പാടാൻ ആഗ്രഹമില്ലെങ്കിൽ, ഇത് ഏറ്റു ചൊല്ലാൻ ആഗ്രഹമില്ലെങ്കിൽ അവർക്കും ഭരണഘടനാപരമായ ഒരു റൈറ്റ് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് മുമ്പത്തെ കേസ് സൂചിപ്പിക്കുന്നത്. ഈ അഞ്ചാമത്തെ ഖണ്ഡികയിൽ അത് ഭാരതമാതാവിനെ വണങ്ങുന്ന വിശേഷങ്ങളാണ് വരുന്നത്. അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. അതെ, ജനഗണമന ആലപിച്ചതിനാണ് അന്ന് കേസെടുത്തത്. അല്ല, രണ്ടാമത്തത് ഇപ്പോ നമുക്ക് കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള സദസ്സിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലി. ആ മുഴുവൻ ചൊല്ലിയപ്പോൾ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഘട്ടങ്ങളിൽ ഈ ബില്ല് പാസ്സായതിനു ശേഷം കേരളത്തിൽ സർക്കാരിനെതിരെ കേസ് വരുമോ? തമിഴ്നാട്ടിലെ സർക്കാരിനെതിരെ കേസ് വരുമോ? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ബില്ല് പാസ്സാകുമ്പോൾ നിർബന്ധമാകുമല്ലോ ശ്രീ മുഹമ്മദ് അമീർ. ബില്ല് പാസ്സാകുമ്പോൾ 3 മിനിറ്റ് 10 സെക്കൻഡ് എന്നുള്ള കാര്യം നിർബന്ധമാകും. അത് നേരത്തെ ആഭ്യന്തര മന്ത്രാലയം കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളില്ലേ, അത് പ്രകാരം ഏതെല്ലാം ചടങ്ങുകളിൽ ആലപിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിർബന്ധമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ, അതുപോലെ തമിഴ്നാട്ടിൽ ഇവിടെയൊന്നും അത് നിർബന്ധമാക്കിയിരുന്നില്ല. എല്ലാ ചടങ്ങുകൾക്കുമൊന്നും ആലപിച്ചിരുന്നില്ല. സ്കൂൾ അസംബ്ലികളിൽ വരെ ആലപിക്കണം. ദേശീയ ഗാനവും ദേശീയ ഗീതവും ആലപിക്കേണ്ട ഒരു ചടങ്ങാണെങ്കിൽ ആദ്യം ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കണം എന്നുപോലും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതോടൊപ്പമാണ് അവഹേളിച്ചാൽ, അത് ആലപിക്കാതിരുന്നാലും മുഴുവനായിട്ടും ആലപിക്കാതിരുന്നാലും ആണല്ലോ, അത് ക്രിമിനൽ കുറ്റമാണ്. 3 വർഷം തടവും പിഴയും കിട്ടാവുന്നതായിട്ട് വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.